ആ 3-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം വായിക്കുമ്പോൾ, നമ്മുടെ ദൈവവും പിതാവുമായവനും, സ്തോത്രം, നമ്മുടെ കർത്താവായ യേശു നിങ്ങൾക്ക് വഴി നിരത്തി തരട്ടെ. ആ പ്രയോഗം ഒന്ന് ശ്രദ്ധിച്ച്. സ്തോത്രം. എല്ലാവർക്കുമല്ല. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ദൈവം. ആ ദൈവം ആരാണ്? എൻ്റെ പിതാവാ. സ്തോത്രം. എൻ്റെ പിതാവാ. അങ്ങനെ പറയണമെങ്കിൽ ഞാൻ ആരായിത്തീരണം? മകനായിത്തീരണം. ഹല്ലേലൂയ. ഇതെല്ലാവർക്കും ബാധകമായിട്ടുള്ളതല്ല. സ്തോത്രം. ഇത് മക്കൾക്ക് വേണ്ടിയുള്ളതാ. ഇത് മക്കൾക്ക് വേണ്ടിയുള്ള, സ്തോത്രം, പിതാവിൻ്റെ ഒരു പദ്ധതിയാണ്. അത് വെളിപ്പെട്ട് കിട്ടിയവർ ഒന്ന് കരമുയർത്തി സ്തോത്രം ചെയ്ത്. അപ്പോൾ അവിടെ, സ്തോത്രം, അതിന് മുഖാന്തരമായത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. എൻ്റെ ദൈവമേ, യേശു ക്രിസ്തു ഈ താഴ്ന്ന ഭൂമിയിലേക്ക് വന്ന്, സ്തോത്രം, കാൽവറിയിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി യാഗമായി തീർന്നില്ലായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും പ്രസംഗിക്കേണ്ടി വരത്തില്ലായിരുന്നു, ഇങ്ങനെയൊന്നും അനുഭവിക്കേണ്ടി വരത്തില്ലായിരുന്നു. നമ്മൾ പാപത്തിലും ശാപത്തിലും കിടന്ന് തീർന്നു പോയേനെ. എന്നാൽ സ്തോത്രം, നമ്മുടെ കർത്തൃത്വം ഏറ്റെടുത്ത തൃത്വത്തിൽ രണ്ടാമനായ പുത്രൻ. കരമുയർത്തി നമ്മുടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അപ്പോൾ ഒന്നവിടെ പറയുകയാണ്, നമ്മുടെ ദൈവം എന്ന് പറഞ്ഞാൽ എൻ്റെ അപ്പനാണെങ്കിലും ഞാൻ എന്ത് ചെയ്യണമെന്നറിയോ? ദൈവമെന്നോർത്ത് ഞാൻ ഭയപ്പെടണം. കാരണം അവന് തുല്യനായിട്ട് ആരുമില്ല. അവനെ കണ്ടവരാരും ജീവിച്ചിരുന്നിട്ടില്ല. ദൈവത്തെ ദൈവമായി ഓർത്ത് മഹത്വപ്പെടുത്തണം. അതെന്ത് ചെയ്യണം? ദൈവത്തെ ഭയപ്പെടണം. 2, സ്തോത്രം, അവൻ എൻ്റെ പിതാവാണ്. ഞാൻ എന്ത് ചെയ്യണം? സ്നേഹിക്കണം. സ്നേഹിക്കണം. ദൈവമക്കളെ, ഇന്നത്തെ കാലഘട്ടത്തിൽ ദൈവമുണ്ടെന്ന് പറയുന്നവരുടെ ജീവിതത്തിൽ ദൈവഭയവുമില്ല, ദൈവസ്നേഹവുമില്ല. സ്തോത്രം. ഈ ഭൂമിയിൽ നമ്മൾ, സ്തോത്രം, ജനിപ്പിച്ച അപ്പനെ എത്രമാത്രം നമ്മൾ ബഹുമാനിക്കുന്നു, സ്നേഹിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മെ ഉരുവാക്കിയ നമ്മുടെ സ്വർഗത്തിലെ പിതാവിനെ നാം എത്രയധികം ബഹുമാനിക്കണം, സ്നേഹിക്കണമല്ലേ? സ്തോത്രം. ഹല്ലേലൂയ. എവിടെ ജനിക്കണമെന്നും എങ്ങനെ ജനിക്കണമെന്നും, ആണായിട്ട് വേണോ പെണ്ണായിട്ട് വേണോ? സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. എറണാകുളത്തോ ആലുവയിലോ, സ്തോത്രം, കളമശ്ശേരിയിലോ എടപ്പള്ളിയിലോ, സ്തോത്രം, എവിടെയെങ്കിലും ഒക്കെ ദൈവത്തിൻ്റെ പദ്ധതിയാണ്. സ്തോത്രം. നമ്മുടെ അപ്പൻ്റെ പദ്ധതിയാണ്. അപ്പോൾ 1, ദൈവത്തെ ഭയപ്പെടണം. 2, ദൈവത്തെ സ്നേഹിക്കണം. അപ്പോൾ ഇത് രണ്ടും വിളിക്കാനുള്ള കാരണം നമ്മുടെ കർത്താവാണ്.